മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നു. 6 മണി വരെയുള്ള കണക്ക് പ്രകാരം ഡാമിലെ ജലനിരപ്പ് 135.9 അടിയിലെത്തി. അണക്കെട്ടിലെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുക്കുന്ന സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടി പിന്നിട്ടതിന് പിന്നാലെ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തമിഴ്നാട് കേരളത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻകരുതൽ നടപടികൾക്ക് ജില്ലാ ഭരണകൂടം തുടക്കം കുറിച്ചത്. വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, ആനവിലാസം, ഉപ്പുതറ എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ നിന്നായി 883 കുടുംബങ്ങളിലെ 3200-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിടുകയും ചെയ്തു. ഇതിനായി 20ഓളം ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഡാം തുറന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി അനൗൺസ്മെന്റ് വാഹനവും വിവിധയിടങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നും ജില്ലാ ഭരണകൂടം ഓർമ്മപ്പെടുത്തുകയാണ്. ഡാമിന്റെ വൃക്ഷപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിയാർ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. അവശ്യ സാധനങ്ങളെല്ലാം ഒരു കൈക്കുമ്പിളിൽ എന്ന പോലെ സുരക്ഷിതമായി സൂക്ഷിച്ചുകൊണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അങ്ങോട്ട് മാറുമ്പോൾ നമ്മുടെ അവശ്യ സാധനങ്ങളെല്ലാം കൈകളിൽ എടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പെരിയാർ നദിയിൽ വെള്ളത്തിന്റെ അളവ് നിലവിൽ കുറവാണ്. 3867 ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 2117 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. ഏത് അടിയന്തര സാഹചര്യമുണ്ടായാലും നേരിടാനുള്ള ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു.